പിൻമാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാ സുഖപിതാവിൻ മേഘസുധാ വചനമരാജാധീശ വാഴ്ത്തും ഞാൻ സഹജമതായി പ്രതിരഹിത കാരുണ്യത്താൽ മാതൻ വർഗത്തിനു മുഴുവൻ ജീവനും രക്ഷയുമേകാനാഗതനായി വിമലദം ശുചിയൻ ദിവയുള്ള മഹിമാവിയേയും ദൈവജനത്രീ കന്യകയാം മറിയാമീനും ജീവനം ഋതുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ശുദ്ധമുള്ളവനാകുന്നു ബലവാനേ ശുദ്ധമുള്ളവനാകുന്നു മരണമില്ലാത്തവനേ ശുദ്ധമുള്ളവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു ബലവാനേ നീ ശുദ്ധമുള്ളവനാകുന്നു മരണമില്ലാത്തവനേ നീ ശുദ്ധമുള്ളവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു ബലവാനേ നീ ശുദ്ധമുള്ളവനാകുന്നു
കുറിയേലായിസോ 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 ഭൂവിനശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ കൈക്കൊള്ളവോർക്കേഴും ഭാഗ്യമിത് അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പുതിരെഴുതിയ നാളെയിൽ നിന്നും ഹബീബായി പാർക്കുമോ സ്നേഹമാരുടെ സ്തുതിയും അവിടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. കാൺമീൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് ദൃശ്യമാകുവാൻ ആകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നമ്മെ നിർമ്മലീകരിക്കുന്നു. ഹബീബായി പാർക്കുമോ പൗലോസ്ലീഹ ധന്യൻ ചെയ്യട്ടെ ഈ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാതോരൻ താനേകും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ ആരിമുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിപ്പുക എന്നത് വാഗ്ദത്തത്തോടെ ആദ്യത്തെ കൽപ്പനയാകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പാദ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ആഹായി ബാർക്കുമോ ബർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശരി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അറിയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ
ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന ശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് സ്തുതികളും നാമെല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷിതാവാകുന്ന യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലങ്ങളിൽ ഇവയൊക്കെ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. എലിസബത്ത് യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു. ദൈവം അവളോട് മഹാകരുണ ചെയ്തിരിക്കുന്നതായി കേട്ട് അയൽവക്കക്കാരും ചാർച്ചക്കാരും അവളോടൊപ്പം സന്തോഷിച്ചു. 8-ാം ദിവസം കുട്ടിക്ക് പരിച്ഛേദനാകർമ്മം ചെയ്യുവാൻ അവർ വന്നു. പിതാവിൻ്റെ പേര് പോലെ അവന് സക്രിയാവിൻ്റെ പേരിടുവാൻ ആലോചിച്ചു. അപ്പോൾ അവൻ്റെ മാതാവ് അവരോട് അങ്ങനെയല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പേരുള്ള ഒരുവനും നിങ്ങളുടെ സ്വജനങ്ങളിൽ ഇല്ലയോ എന്ന് അവളോട് പറഞ്ഞു. അവന് എന്ത് പേരിടുവാൻ ഇച്ഛിക്കുന്നു എന്ന് അവൻ്റെ പിതാവിനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. സക്രിയ ഒരു എഴുത്തുവല ചോദിച്ചു വാങ്ങി. അവൻ്റെ പേര് യോഹന്നാൻ എന്നെഴുതുകയും ചെയ്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടൻ തന്നെ അവൻ വായ തുറന്ന് സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവരുടെ അയൽക്കാരെല്ലാവരും സംഭ്രമിച്ചു. യഹൂദിയായിലെ മലനാട്ടിലെങ്ങും ഇക്കാര്യങ്ങൾ സംസാര വിഷയമായി. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പിതാവായ സക്രിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ സന്ദർശിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിൽ നിന്നും സകല വിരോധികളുടെ കയ്യിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യം മുതലുള്ള തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ തൻ്റെ ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അവൻ കരുണ കാണിക്കുകയും നാം നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ആയുഷ്കാലം മുഴുവനും നീതിയോടും ന്യായത്തോടും കൂടെ തിരുമുമ്പിൽ നിർഭയ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ വിശുദ്ധ നിയമങ്ങളിൽ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് അരുളി ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളും അവൻ ഓർത്തിരിക്കുന്നു. ശിശുവേ, നീ അത്യുന്നതന്റെ പ്രവാചകനാണെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാൻ നീ അവന് മുമ്പേ പോകും. പാപമോചനം മൂലമുള്ള രക്ഷയെക്കുറിച്ച് അവന്റെ ജനത്തിന് അറിവ് നൽകുവാൻ തന്നെ. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആധിക്യത്താൽ ഉന്നതത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുളിലും മരണനിലിരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും. സമാധാനമാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടും. ശിശു വളർന്ന ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ഇസ്രായേലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട നാൾ വരെ വിജനപ്രദേശത്ത് വസിക്കുകയും ചെയ്തു. ആർക്കോ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 266. വൃദ്ധതയേറിയ വന്ധ്യാസ്ത്രീ യോഹാനോനെ പെറ്റതിലെ യഹോദാത്രി വിസ്മയപൂരിതമായി ആശിഷു മൂലം മാതാവിൻ ഗർഭം താതൻ തന്നാവി ഈ ബന്ധനമാറ്റോ കർത്താവിൻ നാമം നിത്യം പൂജായോഗ്യം എന്നു ദീസ്കറിയാ സ്തോത്രം പാടി ഹല്ലേലൂയ ഹല്ലേലൂയ. Barcumos toman kalos നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം.
സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഷിയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദായിപ്പോഴും രൂഢാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. സ്ലീബാ മരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തന്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തന്റെ പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്തു തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തനുമായ സ്വീകാര്യ കുർബാന കർത്താവേ, നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ദൈവികമായി സ്തോത്രബലി അർപ്പിക്കുന്നതായി സമയത്തിലും സകലവിധ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും അന്യാചാരന്റെ കൈകളാൽ കൊന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അവരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ അർത്ഥങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ പിന്നെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരണത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സാധാരണ ജനങ്ങളുടെയും പാപങ്ങളെയും നീ മായ്ച്ചു കളയണമേ. തുനായുള്ളവേ, ദൈവത്തോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും അതുള്ള നിന്റെ വിശ്വസഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുള്ളണമേ. ദൈവമായ കർത്താവേ, അവിടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവിടെ അസികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും നാഥനുമായ വിഷയരാജാവേ, ഞങ്ങൾക്ക് ആർക്കും നീ വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരം കൊള്ളണമേ. ഞങ്ങളെ തുണയ്ക്കായിട്ട് നീ കൊള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളെ പ്രാർത്ഥന അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപമടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തെടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരമായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളത് അനുയോജ്യവും എൻ്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നീക്ക് നിനക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ഓശോ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കുന്നതായ ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഇതിന്റെ ദാസന്മാരെയും ദാസികളെയും നീ വാഴ്ചനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധാലും നല്ലവരവർക്ക് നീ നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപരിഹാരപ്രദമായ രക്തം അനുഭവിക്കുവാൻ ഇവർ യോഗ്യരായി തീർത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധവരെ നീ ധരിപ്പിക്കണമേ. സ്നേഹവൈക്യമറ്റവരെ നീ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ നിരപ്പ സമാധാനവും ശാന്തി വാഴുമാറാണമേ.
ശിക്ഷകളിൽ നിന്നും കോപടികളിൽ ഇവരെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ വിശുദ്ധ സ്ലീബായ ഇവരെ നീ കാത്തുള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെല്ലാം വാങ്ങിപ്പോരെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളെ അവരും നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധാത്മാവിന് ഇപ്പോഴെല്ലായ്പ്പോഴും നീ സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവ് അവിടുത്തെ ശുശ്രൂഷയെക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബലഹീനനും ഭാവിയും ദാസനുമാണ് ഞാൻ ഇപ്രകാരം കീർത്തിച്ചുത്തരമായിട്ട് ചൊല്ലുന്നു. പരിശുദ്ധനാകുന്ന പിതാവ് പരിശുദ്ധൻ. പരിശുദ്ധനാകുന്ന പുത്രൻ പരിശുദ്ധൻ. ജീവനുള്ളവനും പരിശുദ്ധനുമാകുന്ന റൂഹ പരിശുദ്ധൻ. നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളിന്മേൽ നീ കരുണ ചെയ്തുകൊണ്ട് അവിയായി ദാസന്റെ ധൂലശത്തെ ശുദ്ധീകരിക്കുവാൻ താൻ പ്രാപ്തനുമാകുന്നു. ബാറുക്കുമോർ ദിവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യാചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയാത്തവനും സാരാംശങ്ങളുടെ സമത്വമുള്ളവനും സകലവും മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യനായ ഞങ്ങൾക്ക് രക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം സ്വർഗ്ഗത്തിലിറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിഷ്ണുമറിയാവുന്ന ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ആയിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. വന്യരായ വൈദികശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ കുർബാന ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാനായിട്ട് നിങ്ങളെല്ലാവരും ബലഹീനനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സ്തുതിക്കപ്പെടുന്നവനും വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമായി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉറപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോദ
യാചിക്കും നാഴിക ഇതുതാൻ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. കരുണയുടെയും അറിവിൻ്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം. ദീനണമേ അടിയാരോട് കൃപ ചെയ്യണമേ. ആമീൻ. ബർക്ക്മോസ്തവൻ ഗാലോ കർത്താവേ, ഈ സമയത്ത് സ്നേഹം ഐക്യം പരിപൂർണ്ണ സമാധാനവും നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതിൽ നിന്ന് പരിശുദ്ധാത്മാൻ ഇപ്പോൾ എല്ലായ്പ്പോഴും നീ സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർഖ്മോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹമോ നൽകിൻ കർത്താവിൻ സ്നേഹമേ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൽസ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. തൽസ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. ബാർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമേ,
തലവലിച്ചെടുക്കുന്ന എൻ്റെ ഈ ദാസീദാസന്മാർക്ക് നിന്റെ ദൈവികമായ കൃപയുടെ ആവാസം നൽകുമാറാണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴെല്ലാം എപ്പോഴും നീക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. പശു കുലസുബാൻ ലവൽ മീ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്ര ബലി മൂലം സകല അശുദ്ധ വിചാരങ്ങളെ ഞങ്ങളിൽ നിന്ന് നീ ദൂരത്താക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ബർഖ്മോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മതവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ നാടിയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിയാതപുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, പരിശുദ്ധ മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും ഗണങ്ങളോടൊരുമിച്ച് കീർത്തന ശബ്ദത്താൽ ഞങ്ങൾക്ക് ആദീശ് പാടി ഉച്ച സ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ സ്തുതികളാൽ ആകാശഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ മഹത്വവും അനുഗ്രഹവും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോട് മണ്ണം അനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവന രക്ഷയ്ക്ക് വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ പരിശുദ്ധവും കളങ്കരഹിതവും നിർമ്മലവുമായ തന്റെ തൃക്കൈയിൽ ഒപ്പമെടുത്ത് പിതാവേ നിന്നെ കാണിച്ച ശേഷം സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് മുറിച്ച് പരിശുദ്ധ സ്ത്രീയന്മാരായ അതിന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും
പാപമോചനത്തിന് നിത്യജീവനുമയായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു നൽകി ചെയ്യുകയും ചെയ്തു. അൽഹായേ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം വീഞ്ഞു വെള്ളം ചേർത്ത് കലർത്തിയതായ കാസായം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് പരിശുദ്ധ സ്ത്രീയന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട്, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്തുകൊള്ളുവീൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനു വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമത്തിൻ്റെതായ എൻ്റെ രക്തമാണ് നൽകി ചെയ്യുകയും ചെയ്തു. അൽഹായേ ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രാരം ചെയ്യുവീനെന്ന് താൻ അവരോട് മുൻകൂട്ടി കൽപ്പിച്ചാൽ ചെയ്യുകയും ചെയ്തു. അതാമോ ആകയാൽ കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ വ്യാപാരത്തെ മുഴുവനായും എല്ലാവർക്കും ഓരോരോ പ്രാർത്ഥനകൾക്ക് അനുസരണമായ പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയെ നിന്റെ ഇടവകയെ നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപൂർവ്വം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ പിതാവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂപ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവശ്യിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരം വല്ലണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരം വല്ലണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരവല്ലി. ഉത്തമനെ, ദയുണ്ടായ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ദൃശ്യമായി പറഞ്ഞിറങ്ങി ആവശ്യിച്ച് ഈ അപ്പത്തെ ദൈവമായ വിശ്വാസം ഭ്രാന്തി തിരുശരീരമാ
ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ താനാവസിച്ച് ഈ ഗാസായെ ഞങ്ങളുടെ ദൈവമായ വിശ്വാസപരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. ഈ തിരുശരീരങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഇവ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുമാറാണമേ. ഞങ്ങൾ നിത്യജീവനർഹരായും ഭവിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏജാതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോഴില്ല എപ്പോഴും നീക്ക് സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളിലുമുള്ള ദൈവദിന വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാൻ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ ക്രിസോസ്തമോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നീ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏജാതിന് നിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചതിനുള്ള രക്ഷയ്ക്ക് വേണ്ടിയും വേൽത്തന്നെ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്ത് ഞങ്ങളെ ഓർക്കുവാനായിട്ട് നിസ്സാരിലും ബലഹീനമായി ഞങ്ങളെ മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യായിക്കും അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ ശബ്ദം നീ ശ്രദ്ധിച്ചു കേൾക്കുമാറാണമേ. നിന്റെ സഭ നിനക്ക് കണക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ ദൈവമേ, നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. നാൽഫാമുള്ള ദൈവത്തിന്റെ സഭകളെയും തയ്യാറാകളെയും സത്യവിശ്വാസത്തിൽ നടത്തിറപ്പിച്ച വിശ്വാസിയോടും സത്യക്രിസ്ത്യാനികളുമായ സർവ്വഭരണകർത്താക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ മനസ്സുകളെ നീ സമാധാനപരമാക്കി തീർക്കുമാറാകണമേ. അസൂയാലുകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏജാതിന് നിന്റെ പരിശുദ്ധാത്മാവിന് ഇപ്പോഴെല്ലായ്പ്പോഴും നീക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ള അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യതയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് കുറെ പരിശുദ്ധന്മാരായ നിബയന്മാരെയും പ്രസംഗക്കാരായ സ്ലേഹന്മാരെയും ഏവെങ്കലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്വാന്യന്മാരെയും ഭാഗ്യവത ജമാന്യ മുന്നോട്ടക്കാരനുമായ മാ യുഹാന മദ്ദാനായും
ശമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളനുമായ സ്തഫാനിയോസിനെയും സ്ലീഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായും ശേഷം ശകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ വിശുദ്ധന്മാരുടെ വാർഷികയിൽ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ജാതം നിന്റെ പരിശുദ്ധാത്മാവിന് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്തോ ശുദ്ധതയോടുകൂടി മുൻപ് കൊണ്ട് നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും വിഖ്യാനും കുസ്തന്തീനോപോലീസിനും എഫേസോസിനും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരൂശലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സഹായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേനിയോസും ഗ്രിഗോറിയോസും തിയസ്കോറോസും തീമോത്യോസും പീരസ്തീനോസും അന്തിയമോസും യാവാന്യോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവരും സത്യവാനും ഉന്നതാഗോപുരവുമായ പ്രസിദ്ധരായ മാർക്കോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേജിസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രഗീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ഭാവന്മാർ യാക്കോബ് വർദ്ധാനായും മാറാപ്രേമന്മാർ യാക്കോബും മാർസാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ സെമോന്തുസിനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാറബഹായും എൽദോ മാർ ബെസേനിയോസും മലങ്കരിയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മർദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ ശേഷമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുള്ളണമേ. പരിശുദ്ധാത്മ പ്രേരിതമായ വിശ്വാസ സത്യങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ നീ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരോടുകൂടെ നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായും ഇപ്പോഴെല്ലായ്പ്പോഴും നീക്കും ഭാഗ്യകരമായ വിധം സ്തുതിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കുകയും ചെയ്യണമേ. രൂപികളുടെയും സകല ജനങ്ങളുടെയും മുഴുവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന ടെസ്റ്റ് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ.
കർത്താവേ, വിശ്വാസമുള്ള ഞങ്ങൾ വാങ്ങിപ്പാട് തെറ്റുകളെ നീ കർശനമായിട്ട് പരിശോധിക്കരുതേ. എന്നാൽ ശരീരങ്ങളായവരുടെ ഏകപുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായും മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഓരോനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മനുഷ്യരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവുകൂടാതെ നിന്റെ മുമ്പിൽ ഞങ്ങളുമാരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയാലും പാപഭാരങ്ങളെ നീ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങളെ ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഓർക്കും നീ പാപരിഹാരകനും വിമോചകനും ആയിരിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യം അനുഗ്രഹീതവുമായ നിന്റെ നാമവും ഞങ്ങൾ കർത്താവായ യേശുമിശിഹായുടെയും പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴെല്ലായ്പ്പോഴും നീക്കി സ്തുതിച്ച് പൊഴുത്തപ്പെടുവാൻ ഇടയാകുമാറാകണമേ. തന്റെ തിരുനാമങ്ങളോട് കാരണമേറുകയും തലമുറകളായ സകലങ്ങളെയും ലോകാലോടോടും സ്ഥിതിയും ചെയ്യുന്നു. നിങ്ങളെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയ നമ്മുടെ രക്ഷിതാവാകുന്ന യേശുമിശിഹാ ദൈവത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നേക്കുണ്ടായിരിക്കട്ടെ. വന്ധ്യാസുതയോഹാനോനേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗർഭത്തിൽ തന്നെ നേർന്നോ ബാരയ്ക്കുമോ കുറിയിലൈസോ ശകളേ ഹല്ലേലൂയ ഹല്ലേലൂയ. ദോഷിപ്പിച്ചോരാധ്യൻ ബാരയ്ക്കുമോ കുറിയിലൈസോ. വന്ധ്യാത്മജയോഹാനോനാം ഹല്ലേലൂയ ഹല്ലേലൂയ. സ്ഥാനപതി തൻ ജനനത്തിൽ ബാരയ്ക്കുമോ കുറിയിലൈസോ. സഭയും മക്കളുമാമോദാ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനു പാടിയിടുന്നു ബാരയ്ക്കുമോ കുറിയിലൈസോ. ആനന്ദിച്ചാളേനെ ശുഭ ഹല്ലേലൂയ ഹല്ലേലൂയ.
സന്തോഷിച്ചു ബാറക്കുമോർ കൊറിയേലൈസോ സ്തോത്രം കർത്തനവൻ പാടി ബാരയ്ക്കുമോ കൊറിയേലൈസോ. ബാറക്കോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും അഗതികൾക്ക് സന്തുഷ്ടിയും വിധവമാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാരിത്വത്തിന് നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇവ നൽകണമേ. നമ്മുടെ മശിഹാ തമ്പുരാനോട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായി അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഇടവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിൻ്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. കാരുണ്യവാനായ പിതാവാം ദൈവമേ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങൾ വായികളെ അധരങ്ങളെ നീ തുറക്കുകയും ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ വെടിപ്പാക്കുകയും ചെയ്യണമേ. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നോട്ട് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതോടെ നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ബലഹീനരായി ഞങ്ങളെ എപ്പോഴും നീ സഹായിക്കണമേ. പരീക്ഷകളിൽ നീ ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ഇപ്പോഴല്ല എപ്പോഴും നീക്കും നിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആകുന്നുവല്ലോ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ്
വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ അദൃശ്യമായ വലുതായി നീട്ടി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല പൈശാചിക ഫലങ്ങളെ നീക്കി ഞങ്ങളെ നീ വെടിപ്പാക്കണമേ. നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങൾ വെടിപ്പോടെ ഞങ്ങൾ അനുഭവിക്കുമാറാണമേ. അവൻ മുഖാന്തരം അവനോടുകൂടി നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യം ഇപ്പോഴെല്ലാം എപ്പോഴും നീക്കും യോഗ്യമാകുന്നല്ലോ. പശു എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. സൃഷ്ടിയില്ലാത്ത സ്വയംഭവും അനാദിന്യനും വന്ദനും സാരാംശമൊന്നായിരിക്കുന്നതുമാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൃപയും കരുണയും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരിലും എന്നേക്കുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കുമായി നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ദൈവവുമായുള്ളവരെ പരിശുദ്ധനാം. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവും പുത്രനും ജീവനാശവുമായിരിക്കും എന്നേക്കും സ്തുതി. കരുണയുടെ ലോകത്തെ സൃഷ്ടിച്ചുവെന്ന് പരിശുദ്ധനാകുന്ന ഏകപിതാവ് നമ്മോട് കൂടെ. എന്റെ വിലയേറിയതിന് വേണ്ടി മൂല്യമായ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ചുവെന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താരന്മാരെ ഓർക്കണം. പ്രാർത്ഥന കുർബാനകളിൽ ശാശ്വത രാജ്യം സ്വർഗ്ഗത്തിൽ നീതിമാന്മാർ സിദ്ധന്മാരും നീവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. ബോധിയോരാകി മേലൈനോവാകാവേ. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേ നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ജനമോർക്കായ പ്രതിഗ്രഹവും പാലിക്കുമോ. വെല്ലവോലം വാദാവൽവോലം കൊൽബിനാവേ. പിന്നിലുദിച്ചോരേകസുതൻ
തൃക്കരങ്ങളിലലിവാർത്താൻ പക്കരപേക്ഷയുടെ കേണം സൗമ്യം കാലസ്കുറിയായിസോ അറിയാമിൻ സ്മരണം വരദാ ദൈവപ്രസവിത്രീ കന്യകമറിയാമേ ഉയരും നോയാറിൽ സുഖപരിമളഗോപം ബൊറിയോരാഹി നോവാതാറേ തേടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളോർത്തതയിൽ ഞങ്ങളിലാഗ്രതോ ദേവാൻപന പോലെ തളിർത്തിടുമേ ഹല്ലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ ിട്ടുതഴച്ചിടുമേ വർദ്ധിക്കുവാർക്ക് ദുഷ്ടി പുഷ്ടികളും പാലിക്കുമോ മനോലം വാദമുൽവോലം പത്രോസ് പൗലോസ് പ്രാർത്ഥനയിൽ ഓർമ്മേ ബഹുമാനിച്ചോർക്കാൻ സൗമൻ കാലസ്കുറിയായിസോ സമയമിതല്ലോ മാർ ഗ്രിഗോറിയോസ് പതിവിൻ പാടി ചൊരുതാതേനും സ്തോത്രം നിന്നെ മോഹിച്ചോടിടുന്ന റൂഹാവന്നേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും വഴിയോരായി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയുമായി ആമേൻ. കർത്താവിൽ ശ്രേഷ്ഠരായിരിക്കുന്ന വന്യവൈദികരെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കുദോശിത്വ ഞായറാഴ്ച മുതൽ സഭയുടെ ആധ്യാത്മികമായ വർഷം ആരംഭിച്ച അന്നു മുതൽ പ്രത്യേകമായ രീതിയിലുള്ള ചിട്ടയോടും ക്രമീകരണത്തോടും കൂടെ ഓരോ ഞായറാഴ്ചകളിലും കൃത്യമായ ധ്യാനചിന്തകൾ നമുക്ക് കൈമാറി തന്ന് ആരാധനകൾ അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെട്ട് ആരാധനയിൽ നമുക്ക് ലഭിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളുമായിട്ട് കടന്നു പോകാൻ വേണ്ടി കർത്താവിൻ്റെ ജനത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിൽ ഇന്ന് യോഹന്നാൻ സ്നാപകൻ എന്ന കർത്താവിൻ്റെ മുന്നോടിയായ ആ വലിയ മഹാമനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ജനനത്തെ ഓർക്കുന്ന ഞായറാഴ്ചയാണ്. ഓർമ്മ എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ ഒരു സംഭവം ഇന്ന് നമ്മൾ വെറുതെ അയവിറക്കുന്ന
ഒരു പ്രക്രിയക്കല്ല ആരാധനയിൽ ഓർമ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓർമ്മ എന്നുള്ള വാക്കിൻ്റെ ഗ്രീക്ക് പദപ്രയോഗത്തിൽ അവർ അനംനേസിസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്രകാരം നിങ്ങൾ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയാറുണ്ട്, അല്ലെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് എന്നെ ഓർത്തുകൊള്ളണമേ, ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. ദൈവത്തിന് എന്തോ മറവി സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മറവി എന്നുള്ളൊരു അവസ്ഥാവിശേഷമായിട്ട് ഈ ഓർമ്മ എന്നുള്ള വാക്കിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ ആരാധനയിൽ പിതാക്കന്മാർ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന് വേറെ അർത്ഥതലമാണ്. ഓർമ്മ എന്നുള്ളത് ഒരു പാർട്ടേക്കിംഗ്, അല്ലെങ്കിൽ പണ്ട് നടന്ന അനംനേസിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പണ്ട് നടന്ന ഒരു സംഭവം അതേ ആത്മാവിൽ, അതേ രൂപത്തിൽ, അതേ അളവിൽ അത് തന്നെയായിട്ട് ഇന്ന് തുടർന്നുകൊണ്ട് പോകുന്നതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. അത് വേറൊരു സംഭവമല്ല. ഇപ്പോൾ ദൂരെ നിന്നൊരു നദി പുറപ്പെടുന്നു എന്ന് വിചാരിക്കുക. ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ട് പോകുന്ന, അതിന് ആദ്യമില്ല അന്തമില്ലാത്തൊരു നദി, ഇങ്ങനെ വട്ടത്തിൽ ഒഴുക്കുള്ള ഒരു നദിയാണെന്ന് വിചാരിക്കുക. ആ നദിയിൽ ഏത് ഭാഗത്തിറങ്ങുന്നതിനും ഒരേ അനുഭവമായിരിക്കും. അതിൻ്റെ കിഴക്ക് ഭാഗത്തിറങ്ങിയാലും കൊള്ളാം, വടക്ക് ഭാഗത്തിറങ്ങിയാലും കൊള്ളാം, തെക്ക് ഭാഗത്തിറങ്ങിയാലും കൊള്ളാം. ആ നദിയിൽ ഇറങ്ങുന്നതിന് ഒരേ അനുഭവമാണ്. അത് ആ നദി തന്നെയാണ്. അതുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഓർമ്മ എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിച്ച ഒരു സംഗതി, അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന ഒരു ഓർമ്മയാണ്. ഓർമ്മ എന്ന് പറയുമ്പോൾ അന്ന് നടന്ന ഒരു സംഗതി ഇന്ന് വേറെ ഒരു കാര്യമായിട്ട് കൊണ്ടാടുന്നതല്ല. അത് തന്നെ അതിൻ്റെ ഭാഗം. അന്ന് ജഡപരമായിട്ട് നമ്മളില്ലായിരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അന്നും ആത്മാവിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ജഡത്തിൽ നമ്മളെ വിട്ടിരിക്കുന്നതിനാൽ ഈ ജഡപരമായിട്ടും ആത്മാവിലും ചേർന്ന് ആ ഓർമ്മയിൽ നമ്മൾ പങ്കാളികളാകുക ചെയ്യുന്നത്. അതിനെയാണ് ഓർമ്മ എന്ന് പറയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ ജനനം ഇന്ന് നമ്മൾ ഓർക്കുന്നത്, അല്ലെങ്കിൽ അതിനെ അതുപോലെ ഉൾക്കൊള്ളുന്നതിനകത്ത് ചില ആധ്യാത്മിക മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നത് പിതാക്കന്മാർ തന്നെ അവരുടെ പ്രമ്യൂൺ സദാകളിൽ ഇപ്രകാരം പ്രാർത്ഥിച്ച് നമ്മളോട് ധ്യാനചിന്തകളായി നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന 2-3 നിങ്ങളുടെ സന്നിധിയിലേക്ക് നിങ്ങളെ അറിയിക്കുകയാണ്. ഈ 2 ദിവസങ്ങളിലായിട്ട് ഇവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിലെ 2-3 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവിന് വഴിയൊരുക്കുവാൻ വന്നവനാണ്. ആ വഴിയൊരുക്കുവാൻ വന്നവൻ ഏത് ആത്മാവിലാണ് കർത്താവ് അല്ലെങ്കിൽ ദൈവം അവനെ പറഞ്ഞു വിട്ടതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷയുടെ സുവിശേഷം വിതപ്പാനും മാനസാന്തരം പ്രസംഗിപ്പാനും പാപമോചനം വാഗ്ദാനം ചെയ്യുവാനും ഏലിയാ ദീർഘദർശിയുടെ ശക്തിയിലും ആത്മാവിലും നിനക്ക് മുമ്പായി വന്നു എന്ന് പിതാക്കന്മാരോട് എഴുതി വച്ചിരിക്കുന്നു. ഈ ഏലിയാ ദീർഘദർശിയുടെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഏലിയാ ദീർഘദർശിയുടെ ആത്മാവിന് വലിയ ശക്തിയുള്ള ഒരു ആത്മാവ് തന്നെ ഏലിയാ ദീർഘദർശി തൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിരുന്നു. പരിശുദ്ധാത്മാവിന് എപ്പോഴും ശക്തി തന്നെ, എന്നാലും ഏലിയാവ് ആ ശക്തിയെ തൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ബാലിൻ്റെ വിഗ്രഹങ്ങളെ ദഹിപ്പിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കത്തക്കവണ്ണം ശക്തിയുള്ള പ്രാർത്ഥനയായിരുന്നു ഏലിയാവിൻ്റേത്. അതുകൊണ്ടാണ് യഹോവേ എന്നോട് ഉത്തരം നൽകണമേ എന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ബാലിൻ്റെ വിഗ്രഹങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞത്, അല്ലെങ്കിൽ ആ ബലി ദഹിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനത്തിന് മുമ്പായിട്ട് കർത്താവേ എന്നോട് ഉത്തരം നൽകണമേ എന്ന് പുരോഹിതൻ 3 തവണ പറയുന്നത് ഈ ഏലിയാവിൻ്റെ പ്രാർത്ഥന അവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. യഹോവേ എന്നോട് ഉത്തരം നൽകണമേ എന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയതുപോലെ കർത്താവേ എന്നോട് ഉത്തരം നൽകണമേ എന്ന് 3 വട്ടം പുരോഹിതൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ആവശ്യിച്ച് ഈ അപ്പത്തെ ഞങ്ങൾ ദൈവമാമിശയുടെ ശരീരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ ശകലം എടുത്ത്, അല്ലെങ്കിൽ ശലകം എടുത്ത് ഈ തക്സായിൽ ക്രമീകരിക്കപ്പെട്ട് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. ഈ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടിയുള്ള ആത്മാവുള്ള മറ്റൊരു ആളായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അപ്പോൾ അത്രയ്ക്ക് ശക്തിയുള്ള ഒരു ആത്മാവുള്ള ഒരാൾ വേണമായിരുന്നു ആരുടെ പാത ഒരുക്കുവാൻ? കർത്താവിൻ്റെ പാത ഒരുക്കുവാൻ. കാരണം കർത്താവ് ദൈവമാകിയാൽ ദൈവത്തിന് വഴിയൊരുക്കണമെങ്കിൽ, ദൈവം വരുന്നതിനുള്ള പ്ലാറ്റ്ഫോം നേരത്തെ ക്രമീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വെറും ഒരാൾ അത് ക്രമീകരിച്ചാൽ പറ്റില്ല. നല്ല പരിശുദ്ധാത്മ നിറവുള്ള ഒരാളെ തന്നെ നേരത്തെ ഭൂമിയിലേക്ക് വിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കിയിടുകയാണ് കർത്താവിന് വരുവാൻ വേണ്ടി. ആ പ്ലാറ്റ്ഫോമാണ് മാനസാന്തരവും വചന ശുശ്രൂഷയെല്ലാം. യോഹന്നാൻ കുമ്രാൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് വളരെ ചിട്ടയായ രീതിയിലുള്ള വളരെ ശിക്ഷണപരമായ ആധ്യാത്മിക സന്യാസ ജീവിതത്തിൽ വളർന്നു വന്ന് ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ കൂടിയുള്ള ആത്മാവിനെ സമ്പാദിച്ച് കർത്താവിന് വഴിയൊരുക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു മർമ്മം ശ്രദ്ധിക്കണം. ഏലിയാവിൻ്റെ ആത്മാവോടെയുള്ള ഒരാത്മാവ് യോഹന്നാൻ സ്നാപകനിൽ എങ്ങനെയുണ്ടായി?
അത് വെറുതെ ഉണ്ടായതല്ല, യോഹന്നാൻ സ്നാപകന്റെ മിടുക്ക് മാത്രമല്ല. അതും കൂടെ നമ്മൾ ഈ സമയത്ത് പ്രത്യേകം ചിന്തിക്കേണ്ടത് ഈ പിതാക്കന്മാർ തന്നെ കൈമാറി തന്നിട്ടുള്ള മറ്റൊരു പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. പ്രജ നിന്റെ മുമ്പിൽ കുതിച്ചു, വന്ധ്യമായിരുന്ന ഗർഭത്തിൽ മൗനിയായ പ്രജ പരിശുദ്ധാത്മ നിശ്വസിതനായി സ്തുതിയാർത്തു എന്നാണ്. ഈ നിശ്വാസം അല്ലെങ്കിൽ നിശ്വാസനം അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഈ യോഹന്നാൻ സ്നാപകന് ഗർഭത്തിൽ വെച്ച് തന്നെ കിട്ടിയാണ്. ആരുടെ ശ്വസനം എവിടുന്ന് കിട്ടി? പരിശുദ്ധാത്മാവിൻ്റെ ശ്വസനം. അത് മറിയാമും എലിസബത്തുമുള്ള സംഗമത്തിൽ നടന്ന ഒരു വലിയ സംഭവമാണ്. ഈ ആത്മാവ് യോഹന്നാൻ സ്നാപകൻ ലഭിക്കുവാൻ യോഹന്നാൻ സ്നാപകൻ മാത്രമല്ല കാരണം. പരിശുദ്ധ മാതാവ് ഒരു കാരണക്കാരിയാണ്, എലിസബത്ത് ഒരു കാരണക്കാരിയാണ്, സക്രിയ പുരോഹിതനും കാരണക്കാരനാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന പ്രജയുണ്ടായത് ഒറ്റ ദിവസം കൊണ്ട് കല്യാണം കഴിഞ്ഞ് പിറ്റേന്നോ അല്ലെങ്കിൽ പിറ്റേ വർഷമോ ഉണ്ടായ ആളല്ല യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന വ്യക്തിത്വം ഈ എലിസബത്തിന് സക്രിയായ്ക്ക് ലഭിച്ചത് അനേക വർഷങ്ങളുടെ പ്രാർത്ഥനയും ധൂപാർപ്പണവും കണ്ണുനീരിന് ശേഷമാണ്. അത് മനഃപൂർവ്വം ദൈവം വളരെയധികം നീട്ടിച്ചതാണ്. വയസ്സാം കാലത്താണ് കൊച്ചുണ്ടാകുന്നത്. വന്ധ്യയായിരുന്നു എന്ന് ജനം ധരിച്ചവൾക്ക് ഇത് 6-ാം മാസം എന്ന് സ്വയമായോ ദൂതനെ കൊണ്ടോ പറയിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവം ഒരു ക്രൂര വിനോദം ഏർപ്പെടുത്തിയതല്ല. അത്രയും നാൾ നമുക്കങ്ങനെ തോന്നും. പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലും സാധിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ താമസിക്കുമ്പോഴോ നമ്മൾ അറിയാതെ നമ്മുടെ മാനുഷികമായ മനസ്സിൻ്റെയും ജഡത്തിൻ്റെയും വ്യാപാരമാണ് ദൈവത്തെ പഴിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ആത്മാവ് ശുദ്ധമാണ്, ഒരു സംശയം വേണ്ട. എല്ലാവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ശുദ്ധമാണ്. എന്നാൽ മനസ്സിനും ജഡത്തിനും ലോകത്തോട് താതാത്മ്യമുണ്ട്. ഈ ലോകത്തോട് താതാത്മ്യം പിടിച്ചു കിടക്കുന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ ആത്മവ്യാപാരത്തിൽ നിന്ന് അന്യരായിരിക്കും. ആത്മവ്യാപാരമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. എന്നാൽ ഈ ആത്മവ്യാപാരം മനസ്സും ജഡവും കൂടെ ചേർന്ന് ഈ ആത്മവ്യാപാരവുമായിട്ടല്ല, ആത്മാവുമായിട്ട് ഒരു കോർഡിനേഷനിൽ പോകുന്നവരാണ് വിശുദ്ധന്മാരായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ആത്മാവ് മാത്രം ശുദ്ധമായിട്ട് വിട്ടിരിക്കും, മനസ്സും ശരീരവും എപ്പോഴും അഴുക്കായിട്ട് തന്നെ ഇരിക്കും. ഈ എലിസബത്തിനും സക്രിയായ്ക്കും അനേക നാളത്തെ പ്രാർത്ഥനകളും കണ്ണീരും ദൈവം കൊടുത്തത് ഈ എലിസബത്ത് ദൈവസേനയിൽ കണ്ണീർ അത്രയും നാളും പൊഴിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു. അങ്ങനെ പൊഴിച്ച കണ്ണുനീരിൻ്റെ പ്രതിഫലനമായ ശക്തിയോടുകൂടിയുള്ള ആത്മാവ് കണ്ണുനീരിൻ്റെ ആ ഇലക്ട്രിസിറ്റിയിൽ നിന്നുണ്ടായതാണ്. വെള്ളത്തിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് ഒരു എനർജിയാണ്, ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ശക്തിയുള്ള അവസ്ഥാവിശേഷമോ രൂപമോ എസൻസോ ആണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. അതൊരു എനർജിയാണ്. പിതാക്കന്മാർ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ എനർജിയ എന്നാണ്. എനർജിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദ സോഴ്സ് ഓഫ് ഓൾ എനർജീസ് എന്നാണ്. എല്ലാ എനർജികളുടെയും ഉറവിടമോ അല്ല എനർജി തന്നെയോ, എനർജിയെ എനർജിയായിട്ട് എന്തിനെ വിളിക്കാമോ അതാണ് പരിശുദ്ധാത്മാവ്. അപ്പം അത്രയും ശക്തിയുള്ള പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രോജക്റ്റ് തന്നെ വേണം. ആ പ്രോജക്റ്റ് ഉണ്ടായത് എലിസബത്തിൻ്റെ കണ്ണീരിൽ നിന്നാണ്. നിന്റെ കണ്ണുനീര് എൻ്റെ തുരുത്തിയിൽ ഞാൻ ആക്കി വയ്ക്കും, അതെൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിൻ്റെ സാരാംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എലിസബത്തിൻ്റെയും സക്രിയ പുരോഹിതൻ്റെയും കണ്ണുനീരും സക്രിയ പുരോഹിതൻ്റെ ധൂപാർപ്പണവും ഇത്രയും കാലത്തെ കണ്ണുനീര് ചേർന്നപ്പോഴത്തേക്ക് വലിയ ജലാശയമായി അതിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഓൾ എനർജീസ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് എന്ന പവറാണ് ഈ യോഹന്നാൻ സ്നാപകൻ്റെ ഉള്ളിലേക്ക് കയറിയത്. അങ്ങനെയാണ് യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടിയുള്ളവനായത്. യോഹന്നാൻ സ്നാപകനേക്കാൾ ശക്തിയുള്ള ആത്മാവാണ് യേശുക്രിസ്തുവിൻ്റേത്. എന്തുകൊണ്ടെന്നാൽ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി കയറിയത് ഏലീശായിലാണെന്ന് പറഞ്ഞതുപോലെ, ഏലീശായ്ക്ക് വേണ്ടി പാതയൊരുക്കിയതുപോലെ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്ന് ദൈവാത്മാവിന് വേണ്ടി തന്നെ പാതയൊരുക്കുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് യോഹന്നാൻ സ്നാപകൻ്റെ ആത്മാവ് അത്രയ്ക്ക് ശക്തിയുള്ളതായിരുന്നു. ഇത് യോഹന്നാൻ സ്നാപകനിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് പാതയൊരുക്കിയത്. കർത്താവിൻ്റെ ആദ്യ വരവിന് വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ പാതയൊരുക്കിയത്. കർത്താവ് പോകുമ്പോൾ 33 വയസ്സുകാലത്തെ തൻ്റെ ജീവിതചര്യകളും രക്ഷാപദ്ധതിയും പൂർത്തിയാക്കിയതിന് ശേഷം പോകുമ്പോൾ തൻ്റെ സഭയ്ക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനം മറ്റൊന്നുമല്ല, ഞാൻ വീണ്ടും വരും. അതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും നോക്കിപ്പാർക്കുന്നു എന്ന് പറയുന്നത്. ഈ വീണ്ടും വരുന്ന കർത്താവിന് ഇതുവരെ ശരിയായ ഒരു പാത ഇവിടെ വരെ ക്രമീകരിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വീണ്ടും താമസമാവുന്നത്. ജഡത്തിലുള്ള ആദ്യ വരവിന്
ഏലിയാവിൻ്റെ ശക്തിയുള്ള ആത്മാവുള്ള ഒരാൾ വേണ്ടി വന്നിരുന്നു എങ്കിൽ അതിനേക്കാളിൽ വീര്യത്തോടും പ്രാഭവത്തോടും കൂടെ വരുന്ന രണ്ടാമത്തെ കർത്താവിൻ്റെ വരവിനെ എതിരേൽപ്പാൻ എന്തുമാത്രം ശക്തിയുള്ള ആത്മാവ് നമുക്ക് വേണം എന്നുള്ള കാര്യം കൂടെ ഇന്ന് നമ്മൾ ഓർക്കണം. നമ്മളും യോഹന്നാൻ സ്നാപകൻ്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ സ്നാപകൻ കർത്താവിന് ആദ്യത്തെ പാത ഒരുക്കിയെങ്കിൽ രണ്ടാമത്തെ വരവിനുള്ള പാത ഒരുക്കുവാക്കുവാൻ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നവനാണ് സഭയിലെ ഓരോ വിശ്വാസികളും മക്കളും എല്ലാവരും. നമ്മളത് ഒരുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ പറ്റുകയില്ല. അനേക നാളത്തെ കണ്ണുനീര് വേണ്ടി വരുമായിരിക്കും, പ്രാർത്ഥന വേണ്ടി വരുമായിരിക്കും, സമർപ്പണം വേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് പരുമല ദേവാലയത്തിൽ വന്ന് കബറിടത്തിൽ വന്ന് നമുക്കൊരുപാട് വിഷമങ്ങളുള്ളത് ചിലപ്പോൾ പറഞ്ഞ് അത് മാറ്റിക്കിട്ടുവാൻ പ്രാർത്ഥിക്കുമ്പോൾ മാറിക്കിട്ടുമായിരിക്കാം. പക്ഷേ ദൈവ പദ്ധതിയിൽ നിന്ന് മാറിപ്പോകാനിടയാകരുത്. ചിലപ്പോൾ ദൈവം ചില പദ്ധതികൾ ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ആ കണ്ണുനീരോ അല്ലെ പ്രയാസങ്ങളോ തന്നിട്ടുള്ളത്. ആ പ്രയാസത്തിൽ കൂടി ഉതിർന്നു വരുന്ന അല്ലെങ്കിൽ പുറപ്പെട്ടു വരുന്ന ജനറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. അത് ഏലിയാവിൻ്റെ ആത്മാവിനേക്കാൾ ശക്തിയുള്ളതോ ഏലീശായുടെ ആത്മാവിനേക്കാൾ ശക്തിയുള്ളതോ അല്ലെങ്കിൽ ഏലീശായുടെ ആത്മാവോടുകൂടിയുള്ള ഒരു സഭയാണ് ഇന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ആയിട്ട് അവൻ്റെ പാത ഒരുക്കുവാനായിട്ട് ആവശ്യം. അത് എവിടെയോ എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തുവാനോ അതിനെപ്പറ്റി ധ്യാനാത്മകരമായി ചിന്തിക്കുവാനോ ഉള്ള അവസരമായിരിക്കട്ടെ യോഹന്നാൻ സ്നാപകൻ്റെ ജനനം എന്ന് പറയുന്നത്. അവൻ പരിശുദ്ധാത്മ നിശ്വസിതനായി എന്നാണ്. പരിശുദ്ധാത്മാവിനെ ശ്വസിച്ചു. കാരണം മറിയാം വന്ന് യേശു എലിസബത്തിനെ കണ്ടപ്പോൾ മറിയാമിൻ്റെ ഉള്ളിലിരുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് തന്നെയാണ് മറിയാമിൻ്റെ ഉള്ളിലിരുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുമ്പോൾ പാടുന്നത്, മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം മറിയാമേ സ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം റൂഹ തൻ ശോശപ്പ സ്ലോം എന്നാണ് മറിയാമിനെ വിളിക്കുന്നത്. പരിശുദ്ധ മാതാവേ നീ റൂഹായുടെ ശോശപ്പയാകുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. ശോശപ്പ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മൂടി വയ്ക്കുന്ന തുണിയാണ് ശോശപ്പ എന്ന് പറയുന്നത്. തിരിശരീര രക്തങ്ങൾ മൂടി വയ്ക്കുന്ന ഈ വെള്ള തുണിയെ ശോശപ്പ എന്നാണ് വിളിക്കുന്നത്. റൂഹായുടെ ശോശപ്പ എന്ന് പറഞ്ഞാൽ റൂഹായെ മൂടി വെച്ചവൾ എന്നാണ് അർത്ഥം. റൂഹയെ മൂടി വെച്ചവൾ എന്ന് വെറുതെ പറഞ്ഞിരിക്കുന്നതൊന്നുമല്ല, ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞതല്ല. വേദപുസ്തക അടിസ്ഥാനത്തിൽ പിതാക്കന്മാർ ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഷാ പ്രയോഗമാണ്. കന്യാമറിയാമിനോട് ദൂതൻ വന്ന് പറയുന്നു, കൃപ ലഭിച്ചോളെ നിനക്ക് വന്ദനം. ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്നിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്നാണ് പറഞ്ഞത്, പിതാവിനാലെന്നോ പുത്രനാലെന്നോ അല്ല. അതുപോലെ യോസഫിനുള്ള വെളിപാടിലും ദൂതൻ യോസഫിനോട് പറയുന്നത്, നിന്റെ ഭാര്യയായ മറിയായെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്നാണ്, പിതാവിനാലെന്നോ പുത്രനാലെന്നോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ആ പരിശുദ്ധാത്മാവാണ് ഉള്ളിലിരുന്നത്. അതുകൊണ്ടാണ് അതിനെ മൂടി വെച്ചവളെന്നുള്ള അർത്ഥത്തിലാണ് റൂഹായുടെ ശോശപ്പ എന്ന് പരിശുദ്ധ മാതാവിനെ വിളിക്കുന്നത്. ഈ റൂഹായുടെ ശോശപ്പായം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ റൂഹായം കൊണ്ടാണ് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോയപ്പോൾ സോഴ്സ് ഓഫ് ഓൾ എനർജി അല്ലേ, ഇവിടുന്ന് ശക്തി അങ്ങോട്ട് പുറപ്പെട്ടു. എനർജിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, സ്റ്റാറ്റിക്കായിട്ടിരിക്കത്തില്ല. അതിനെ സ്വീകരിക്കുവാൻ ആരെങ്കിലും തയ്യാറായാൽ അത് അപ്പോഴേ അത് അങ്ങോട്ടടിക്കും, അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ലൈറ്റ് അതുപോലെയാണ്. ലൈറ്റിനെ മൂടി വെച്ച് കഴിഞ്ഞാലേ അത് ഇരുട്ടാകത്തുള്ളൂ, കറുത്ത തുണി കൊണ്ട്. അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തിരിക്കും, ഒരു സംശയം വേണ്ട എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന ആള് സ്വീകരിക്കുവാൻ താല്പര്യമുള്ള ആളിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇത് അങ്ങോട്ടടിച്ചു. അങ്ങനെ അവിടുന്നാണ് യോഹന്നാൻ സ്നാപകന് ഏലിയാവിൻ്റെ ശക്തി ലഭിച്ചത്. അങ്ങനെ മാതാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ മാതാവിൻ്റെ അടുക്കൽ ചെന്നും പരുമൽ തിരുമേനിയുടെ കവറിൻ്റെ അടുക്കൽ ചെന്നും എനിക്ക് അത് മാറ്റിത്തരാനും മുട്ടിൻ്റെ വേദന മാറ്റിത്തരാനും കല്യാണം നടത്തിത്തരാനും വീട് പണിയിക്കാനുമുള്ള പ്രാർത്ഥനകളൊക്കെ അപ്പുറമായിട്ട് പരുമല തിരുമേനിയുടെ ഉള്ളിലും മാതാവിൻ്റെ ഉള്ളിലും വസിച്ചിരുന്ന ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഏലീശായുടെ ആത്മാവിൻ്റെ ശക്തിയുള്ള ആത്മാവ് എന്നിലേക്കും അടിച്ച് അല്ലെ നമ്മളിലേക്കും അടിച്ച് പരിശുദ്ധാത്മ നിശ്വസിതരായി സഭ മാറുവാൻ ഇന്നത്തെ യോഹന്നാൻ സ്നാപകൻ്റെ ജനനം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സംഗതിയാകണം. അതിനുവേണ്ടി ഈ ആരാധന ഉതകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം അതിന് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യും. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കുന്നിതോയലിൽ പോച്ചെടി പോലെ പാറയ്ക്കുമോ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനിൻ ജീവാസനമതുടർത്തണമേ രാജാ ജീവൻ ബ്രദരാ
ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീങ്ങി അവരവരോട് എഴുന്നേറ്റു ഉയരും. നിന്നെ സ്തുതിച്ചിടുന്നു പാലിക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താവ് തന്നരുളെന്നു മഹത്വം പരമതിനുയരെ കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടിടേണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ഏവരും ഏറ്റു ചൊല്ലണം. ബാറക്കുമോരന്റെ കർത്താവേ, എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ പരിശുദ്ധമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവമേ, എന്റെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേ. നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേ. രക്ഷകനൊര ചെയ്താൻ എന്മേരക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. വിശ്വാസാൽ ശോധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ, എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവകൈക്കൊള്ളുവോനേ വാസം ചെയ്യും ഞാൻ. ബാറക്കുമോർ കർത്താവേ, നിന്റെ സ്വർഗമേശയുടെ സമുദ്ര ഞങ്ങളെ നിയോഗനാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ രൂഹായിട്ട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യനായി തീർന്നതുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെ കൂടെ യോഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെ നിന്റെ ഏകപുത്രനെയും സകലത്തിലെ വിശുദ്ധനായ നിന്റെ രൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവകൈക്കൊള്ളുവോനേ വാസം ചെയ്യും ഞാൻ. ആത്മാവിനുമുക്തി നേടാൻ പുണ്യമേഴും അട്ടഹസിച്ച് പറയണം. പരിശുദ്ധ വർദ്ധിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു.
ആദ്യം മുതൽ തലമുറ തലമുറ വരെ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. രക്ഷയ്ക്ക് വേണ്ടി വന്നവന് ഞങ്ങൾ പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിന് വേണ്ടി വരുമാനിക്കുന്നതിനുമായ ദേവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് എൻ്റെ ഈ ദാസിദാസന്മാർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ ശരീരങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഇതിന്റെ ആരാധകരെ അദൃശ്യമായ അവിടുത്തെ വലതുരം നീട്ടി അനുഗ്രഹിക്കുവാറാകണമേ. വലിയനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുവിശിഹായ ദൈവത്തിന്റെ കൃപയും കരുണയും ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് മേൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാലിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കുമാറാണവേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്തോ നീക്കും ചൊരിയപ്പെടുവാറാകണമേ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതം മഹിമാമൊഴി സഹദേവന്മാർക്ക് മൃദരിൽ കരുണയുമുണ്ടാകാം. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങൾ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾ പാകം ചെയ്തുകൊണ്ടുണ്ടാകുന്ന നിന്റെ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷിക്കും പ്രതിയാചനമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനെ രക്ഷിക്കുമായി ഉപയോഗിക്കണമേ. ദൈവതമ്പുരാനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, നിന്റെ ദൈവിക മേശിൽ നിന്ന് അനുഭവിച്ചിരിക്കുന്നവരായ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴെല്ലാം ഇപ്പോഴും നീ ഞങ്ങളെ ഇടപെടാതെ സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബർഖമോൻ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ദൈവമേ, തലകുനിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മീനുമായ ദൈവമേ, ദൈവത്തോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിന്നെ നിന്റെ ജനനായ പിതാവാൻ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെ സദാ സ്തുതിക്കുകയും ചെയ്യുമാറാണമേ. പാരിനു പെരുമീൻ പുലരിയിലേറ്റമുണർച്ച വരുത്തി ദിനകരനുടനടി വന്നരുളിടുമെന്ന
എന്നറിയിച്ചിടും. നീതിമഹാർക്കൻ നാഥനു മുമ്പായി ഭാസുരതാരം വന്നു പുരോഹിത ഭവനേ സക്കറിയ തന്നന്ദനായി. സുതജനനത്തിൽ മൂകത നീങ്ങിയ ശേഷം താതൻ കെട്ടൊഴിവായൊരു നാവാൽ തെളിവോടീശനെ വാഴ്ത്തി തന്നാൽ പേരായി യോഹന്നാനെ വിട്ടൊരു നാഥ തദ്വചനത്തിൻ സരണിയിൽ ഞങ്ങളെ നിർത്തിയിടണമേ. മാതാവ് മറിയിക്കും പുണ്യം നൽകിയും മരിച്ചു. വത്സല സഹോദരങ്ങളെ, കർത്താവിന്റെ പരിശുദ്ധ മദ്ബഹായിൽ നിങ്ങൾ കൈക്കൊണ്ടുള്ള വഴിയാഹാരങ്ങളിലും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുകയും ദൂരസ്ഥലും സമീപസ്ഥലും ജീവനോടുകൂടി വാങ്ങിപ്പോയിരിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ രോഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറവുകൾ ക്ഷമിക്കും. വിശ്വാസമുള്ള നിങ്ങൾ വാങ്ങിപ്പോയുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ വിലയിനും ഭാവിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ കണ്ണയും കൃപയും ലഭിക്കാൻ സംഗതിയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോയി എന്നേക്കും ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്നാപപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്കണമേ, ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, രക്ഷിച്ചുകൊള്ളണമേ. രാജ്യശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർജനമായ നമ്മുടെ കർത്താവായ ശിഷ്യാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള പറയുമേ, നമ്മുടെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തിലും ദൈവം പ്രാർത്ഥിക്കണമേ. ആമേൻ.